ദൃശ്യം മോഡൽ കൊലപാതകം കണ്ടെത്തി പോലീസ്. 2 വർഷം മുമ്പ് കാണാതായ യുവാവിന്റെ മൃതദേഹം കോൺക്രീറ്റ് തറയ്ക്കടിയിൽ. കൊന്നുകൊഴിച്ചു മൂടിയ ഭാര്യയും അവളുടെ കാമുകനും അറസ്റ്റിൽ. രണ്ടു വർഷം മുമ്പ് കാണാതായ ഒരു യുവാവിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ അതായിരുന്നു ജാംനഗർ പോലീസ്. ജിഗ്നേഷ് മവാദിയ എന്നാണ് അയാളുടെ പേര്. 2 വർഷം മുമ്പാണ് ഏറ്റവും ഒടുവിൽ അവനെ അവന്റെ വീട്ടുകാർ, ബന്ധുക്കൾ കാണുന്നത്. ജോലി ആവശ്യത്തിനായി ഈ ജിഗ്നേഷ് ഓസ്ട്രേലിയയിലേക്ക് പോയി എന്നാണ് അയാളുടെ ഭാര്യ മറ്റുള്ളവരോട് പറഞ്ഞ് ധരിപ്പിച്ചിരുന്നത്. അവിടെ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഫോൺ ഉപയോഗിക്കാൻ അനുവാദമില്ല എന്നാണ് ഈ ഭാര്യ പറഞ്ഞു വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഫോൺ വിളിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു അവർ. 2 വർഷം ആ കള്ളം തുടർന്നു. ബന്ധുക്കളിൽ ഒരാൾ അയാൾ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. അപ്പോൾ ജിഗ്നേഷിന്റെ വിലാസം ചോദിക്കുകയാണ് ഈ ഭാര്യയുടെ അടുത്ത്. അപ്പോൾ ഭാര്യ വീണ്ടും ആവർത്തിക്കുന്നു, ആ കള്ളം വീണ്ടും പറയുകയാണ്. അവിടെ ചെന്നാലും കാണാൻ കഴിയില്ല, ബന്ധപ്പെടാൻ കഴിയില്ല എന്നൊക്കെ. ആ സമയത്താണ് ബന്ധുക്കൾക്ക് സംശയം തോന്നുന്നത്. ബന്ധുക്കൾക്ക് കൂടുതൽ സംശയം ഭാര്യയുടെ നേരെയായി. അങ്ങനെ അവർ ഭീഷണിയുടെ സ്വരമെടുത്തു ആ പെൺകുട്ടിക്ക് നേരെ. അപ്പോൾ അവളെല്ലാം ഏറ്റുപറഞ്ഞു ഭയത്തോടെ. അങ്ങനെ ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചു. പോലീസിൽ പരാതി നൽകി. ഈ ജിഗ്നേഷ് എന്ന യുവാവിന്റെ ഭാര്യ പൃഥ്വി, ഒപ്പം അവളുടെ കാമുകൻ നിതേഷ് എന്നിവരാണ് പ്രതികളായിട്ടുള്ളത് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. സൈനൈഡ് നൽകിയായിരുന്നു ആ കൊലപാതക ശേഷം ഡെരിയയിലെ GIDC ഫാക്ടറിയിൽ വെച്ച് തന്നെ കൊല നടത്തുന്നു. എന്നിട്ട് അവിടെ നിർമ്മാണത്തിലായിരുന്ന ഒരു തറയിൽ ആ മൃതദേഹം കുഴിച്ചിട്ടു എന്നാണ് പോലീസിനോട് ഏറ്റവും ഒടുവിൽ അവർ സമ്മതിച്ചത്. പോലീസ് പറയും, 26/7/2026 को सिटी बी पुलिस स्टेशन के अंदर एक अर्जी आई थी अर्जदार से अशोक भाई माधवजी भाई मावदिया. उन्होंने अर्जी की थी कि उनका भाई जिग्नेश जो पिछले 2 साल से लापता है. उसकी वारंवार उसकी पत्नी से पूछने पर वो बताती थी कि मेरा पति ऑस्ट्रेलिया गया है. जब उसका परिवार उसका संपर्क कॉन्टैक्ट नंबर मांगता था तो उसका कहना था कि वो जिस कंपनी में काम करता है वहाँ फ़ोन पर बात करना अलाउ नहीं करते. कुछ समय बाद उनके काका के बेटे को ऑस्ट्रेलिया जाना था तो उन्होंने वापस उसकी वाइफ से उसका कॉन्टैक्ट नंबर मांगा कि हम ऑस्ट्रेलिया जा रहे हैं, हमें हमारे भाई का कॉन्टैक्ट नंबर दीजिए. उस समय उसकी वाइफ ने जब उन्होंने पुलिस की धमकी दी तो उसकी वाइफ ने बताया कि तुम्हारे भाई को मैंने 2 साल पहले मार दिया है. इसके बाद वो सिटी बी पुलिस स्टेशन आए. उन्होंने वहाँ अर्जी दी कि हमारा भाई 2 साल से गुम है और हमें आशंका है कि उसको उसकी वाइफ ने मार दिया है. इस पे सिटी बी पुलिस स्टेशन ने तपास की. तपास में पता चला विक्टिम जिग्नेश की वाइफ, जिसका नाम पृथ्वी है, उसने अपने प्रेमी नीलेश के साथ मिलकर 2 साल पहले अपने पति की दारू में साइनाइड मिलाकर उसकी हत्या कर दी. ജിഗ്നേഷിന്റെ സഹോദരനായിട്ടുള്ള അശോക് മവദിയാണ് പോലീസിൽ പരാതി നൽകിയത്. ഈ സഹോദരൻ അശോക് മവദി തന്നെയാണ് ഭീഷണിപ്പെടുത്തി ഈ സംഭവത്തിന്റെ ചുരുൾ അഴിയിക്കുന്നത്. ഈ പോലീസിന്റെ അന്വേഷണത്തിലാണ് ഒടുവിൽ പൃഥ്വിക്ക് ഈ നിലേഷ് മൻസുഖ് ഭായ് കച്ചേതിയ എന്ന ആളുമായി, അതായത് അവളുടെ കാമുകനുമായി ഒരു ബന്ധമുണ്ട് എന്നൊക്കെ കണ്ടെത്തുന്നത്. ഈ ജിനേഷിന്, അതായത് അവളുടെ ഭർത്താവിന് സൈനൈഡ് കലർത്തിയ മദ്യം നൽകിയായിരുന്നു കൊലപാതകം. ആ കൊലപാതകത്തിന് ശേഷം പ്രതികൾ ആ മൃതദേഹം ഫാക്ടറിയിലേക്ക് മാറ്റി ഒടുവിൽ തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഏതാണ്ട് 15 അടി താഴ്ചയുള്ള കുഴി ഉണ്ടാക്കി കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. എന്നിട്ട് അതിന് മുകളിലാണ് കോൺക്രീറ്റ് വിധിച്ചത്. പോലീസും ഫോറൻസിക് വിദഗ്ധരും ചേർന്നുള്ള സംഘം സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ഒരു മനുഷ്യന്റെ അസ്ഥികൂടവും മറ്റ് നിർണായക തെളിവുകളും കണ്ടെടുത്തു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പോസ്റ്റ്മോർട്ടത്തിനും ഫോറൻസിക് പരിശോധനയ്ക്കുമായി ലഭിച്ച അവശിഷ്ടങ്ങൾ അയച്ചിട്ടുണ്ട്. ജാംനഗറിലെ GG ആശുപത്രിയിലാണ് ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്.
ഒരു മനുഷ്യ ശരീരത്തിലെ മുഴുവൻ അസ്ഥികഷ്ണങ്ങളും ആ കോൺക്രീറ്റ് തറക്കടിയിൽ നിന്നും അവർ കണ്ടെത്തി. നമുക്ക് കാണാം ആ ഷീറ്റിൽ ഒരു മനുഷ്യനെ പോലെ തന്നെ ആ അസ്ഥികഷ്ണങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ശാസ്ത്രീയമായ തെളിവിനായി DNA പരിശോധനയ്ക്കായി സ്ഥിരീകരണത്തിനായി അത് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. പൃഥ്വി മാവ്ദിയ, നിലേഷ് കച്ചേദിയ ഈ രണ്ടു പേർക്കുമെതിരെ, അതായത് അവളുടെ കാമുകനും അവൾക്കുമെതിരെ കൊലപാതക കുറ്റത്തിനും ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. എന്നാലും ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.